ക്ഷേത്രങ്ങളിലെ പ്രധാന ഉപദേവതയായ വാദിക്കൽ കുഞ്ഞിന് എല്ലാ വർഷവും നടത്തിവരാറുള്ള സമൂഹ പാൽപ്പൊങ്കാലയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകരെയും ക്ഷേത്രോപദേശ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വെട്ടിക്കോല മഹാക്ഷേത്രങ്ങളിലെ പ്രധാന ഉപദേവതയായ ബാലാവതാര പ്രതിഷ്ഠയായ വെട്ടിക്കോല വാതുക്കൽ കുഞ്ഞിന് നവംബർ മാസം 22-ാം തീയതി വൃശ്ചികം 7-ാം തീയതി രാവിലെ 10:15 കഴിയുകയുള്ള മകരം രാശി മുഹൂർത്തത്തിലാണ് ഭണ്ഡാരയടുപ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രിമുഖ്യൻ ചെങ്ങന്നൂർ താഴമൺമണ്ണം മഹേഷ് മോഹനര് മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല കർമ്മങ്ങൾ നടക്കുന്നത്. മറ്റുള്ള പൊങ്കാലകളിൽ നിന്നും വ്യത്യസ്തമായി പാലും പഴവും പഞ്ചസാരയും ഉപയോഗിച്ചാണ് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളും പ്രായഭേദമന്യേ സ്ത്രീകളും പങ്കെടുക്കുന്ന അത്യപൂർവ ചടങ്ങാണ് വെട്ടിക്കവല സമൂഹ പാൽപ്പൊങ്കാല. ഈ പൊങ്കാലയ്ക്ക് മറ്റുള്ള പൊങ്കാലകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആചാര്യൻ്റെ നിർദ്ദേശാനുസരണം ആ ആചാര്യൻ പറയുന്ന മന്ത്രങ്ങൾ ബാക്കി പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ഏറ്റുചൊല്ലിക്കൊണ്ടാണ് ഈ പൊങ്കാല കർമ്മങ്ങൾ നടക്കുന്നത്. ഈ പൊങ്കാലയ്ക്ക് ആചാര്യനായി പൊങ്കാല തുടങ്ങിയ വർഷം മുതൽ പാലക്കാട് തെങ്കര പൂജാമഠത്തിൽ ശ്രീ പി രാമചന്ദ്രൻ അവറുകളാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. സമൂഹ പാൽപ്പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വെട്ടിക്കവല ക്ഷേത്രാങ്കണത്തിൽ വെച്ച് അവലോകന യോഗം നടക്കുന്നുണ്ട്. കൂടാതെ പൊങ്കാലയോടനുബന്ധിച്ച് കൊട്ടാരക്കര, ചടയമംഗലം, പുനലൂർ, പത്തനാപുരം എന്നീ KSRTC ഡിപ്പോകളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് KSRTC യാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലം DMOയുടെ നേതൃത്വത്തിൽ വിവിധ PHCകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും ക്ലോറിനേഷൻ പോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ക്ഷേത്ര കോമ്പൗണ്ടുകളിലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം മുൻകാലങ്ങളിലൊക്കെ റോഡിന് ഇരുവശവും പൊങ്കാല നടത്തിയിരുന്നതാണ്. കുറച്ച് വർഷങ്ങളായി ക്ഷേത്ര കോമ്പൗണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട്, ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂൾ, വെട്ടിക്കവല ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്നീ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ അടുപ്പുകൾ ക്രമീകരിക്കുന്നത്. രാവിലെ പൊങ്കാല നടക്കുന്ന നവംബർ 22-ാം തീയതി രാവിലെ 10 മണി വരെയും ഭക്തജനങ്ങൾക്ക് കൂപ്പൺ ലഭിക്കുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുദ്രണം ചെയ്ത 75 രൂപ വിലയാണ് ഒരു കൂപ്പണിൻ്റെ വില. ലോഹ നിർമ്മിത അടുപ്പുകളാണ് നമ്മൾ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ പേര് ബിനു ആർ കുമാർ. ഞാൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ്. എൻ്റെ ഇടത് സൈഡിലിരിക്കുന്ന ക്ഷേത്രോപദേശ സമിതി സെക്രട്ടറി ശ്രീ B അനിൽകുമാർ, ഉപദേശ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ B ഉണ്ണികൃഷ്ണൻ നായർ, ഉപദേശ സമിതി അംഗങ്ങളായ മധു TS, വിജയൻ പിള്ള, അഭിലാഷ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ പൊങ്കാലയോടനുബന്ധിച്ച് ഞങ്ങൾ 23-ാമത്തെ വർഷമാണ് ഈ പൊങ്കാല നടക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ പത്രസമ്മേളനം നടത്താറുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ദൃശ്യമാധ്യമ പ്രവർത്തകരുടെയും നല്ല സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. വാർത്തകൾ നല്ല രീതിയിൽ നൽകി ഞങ്ങളുടെ പൊങ്കാലയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. തുടർന്നും ആ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വാർത്താ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ച് ഈ പൊങ്കാലയുമായി സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലെ വൈക്കത്ത് അഷ്ടമി പോലെ പ്രാധാന്യമാണ് വെട്ടിക്കവല തിരു അഷ്ടമി എന്ന് പറയും. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ 2 ക്ഷേത്രങ്ങളാണ്. മേലൂട്ട് മഹാദേവനും കീഴൂട്ട് ശ്രീ മഹാവിഷ്ണുവും. ഒരു ദിവസം 10 മിനിറ്റ് വ്യത്യാസത്തിൽ തൃക്കൊടിയേറി ആറാട്ട് നടക്കുന്ന മഹാക്ഷേത്രങ്ങളാണ് വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ.
തിരു അഷ്ടമിയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി സമിതിയുടെ സെക്രട്ടറി ശ്രീ ബി അനിൽകുമാറിനെ. പ്രിയ ദൃശ്യമാധ്യമ പ്രവർത്തകരെ, വെട്ടിക്കോല മഹാക്ഷേത്രങ്ങളിലെ പ്രധാന ഉപദേവതയായ വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ സമൂഹ പാൽപ്പൊങ്കാല നവംബർ മാസം 22-ാം തീയതി വൃശ്ചികം 7 വെള്ളിയാഴ്ച നടക്കുകയാണ്. ഈ പൊങ്കാലയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ പൊങ്കാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ ശ്രീ സുന്ദരേശൻ അവറുകളാണ്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാവേലിക്കരയുടെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. അതുപോലെ തന്നെ പൊങ്കാല പ്രസാദ വിതരണം നടത്തുന്നത് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാറാണ്. പൊങ്കാലയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 75 രൂപ നിരക്കിലാണ് കൂപ്പൺ വിൽക്കുന്നത്. ഏതാണ്ട് 2003-ലാണ് നമ്മൾ ഈ പൊങ്കാല ആരംഭിച്ചത്. ഇതിനിടയ്ക്ക് 2 വർഷം നമ്മൾ പൊങ്കാല നടത്തുവാൻ സാധിച്ചില്ല. കൊറോണ സംബന്ധമായ 2 വർഷം നമ്മൾ പൊങ്കാല നടത്തുവാൻ സാധിച്ചിട്ടില്ല. തുടർന്ന് വീണ്ടും പൊങ്കാല ആരംഭിച്ചു. നമുക്ക് ആ പഴയ രീതിയിൽ തന്നെ പൊങ്കാല നടത്തുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാവരുടെയും സഹകരണമുണ്ട്. പിന്നെ പൊങ്കാല നടക്കുന്നത് വെട്ടിക്കോല മേലോട്ടും കീഴോട്ടും ക്ഷേത്രങ്ങളിൽ കോയിക്കൽ ക്ഷേത്രം, വെട്ടിക്കൽ ക്ഷേത്രത്തിൻ്റെ നീരാഴി കോമ്പൗണ്ട്, ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂള്, വെട്ടിക്കോല ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂള്. പൊങ്കാല ദിവസം രാവിലെ വരെ കൂപ്പൺ എടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഗ്രൗണ്ടുകൾ വൃത്തിയാക്കുന്നു, അടുപ്പിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. 20-ാമത് തീയതിയോട് കൂടി നമ്മൾ അടുപ്പിൻ്റെ ക്രമീകരണം തുടങ്ങും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം. മുൻ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം ക്ഷേത്ര ഉപദേശക സമിതി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 10:15-നും 10:30-നും ഇടയ്ക്കാണ് പൊങ്കാലയുടെ അഗ്നി ജ്വലിപ്പിക്കുന്നത്. 10:15 കഴിഞ്ഞ് 10:30-നകമുള്ള മകരൻ രാശി മുഹൂർത്തത്തിലാണ് പൊങ്കാല അഗ്നി ജ്വലിപ്പിക്കുന്ന സമയം. പാലും പഴവും പഞ്ചസാരയുമാണ് നേദ്യം. ഒരു അരമണിക്കൂറിനകം നമ്മുടെ കർമ്മം കഴിയും. പിന്നീടുള്ള തീർത്ഥം തളിക്കുന്നതിന് താമസം വരുന്നതേ ഉള്ളൂ.